ഇപ്പോൾ സുജു ടി ബാബു എലന്തൂരിലാണ് മൃതദേഹം എത്തുന്നത്, തോമസ് ചെറിയാനെ എത്തിച്ചിരിക്കുന്നത്. അവിടേക്ക് ജനം ഒഴുകുന്നത് ഞങ്ങൾ കാണുന്നു. ഇനി ഇപ്പോൾ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഇന്നത്തെ മറ്റ് നടപടിക്രമങ്ങൾ, സംസ്കാരം ഇന്ന് തന്നെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് 10:30-ക്കാണ് ഇപ്പോൾ ഭൗതിക ശരീരം എത്തിക്കുമെന്ന് അറിയിച്ചത് എലന്തൂർ ജംഗ്ഷനിൽ. അതിന് മുമ്പ് തന്നെ ശരീരം എത്തിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം സൈനിക അകമ്പടിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. അതിനുശേഷം 12:15 തന്നെ ഭവനത്തിലെ സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. ഇതിന് കുര്യാക്കോസ് മാർ ക്ലിമ്മിസ് വലിയ മെത്രോപ്പൊലീത്തയുടെ കാർമ്മികത്തിലാണ് ഈ ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കുക. അതിനുശേഷം 12:40 തന്നെ ഭവനത്തിൽ നിന്ന് കാരൂർ സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് വിലാപയാത്ര ആരംഭിക്കും. അതിനുശേഷം 1 മണി മുതൽ 2 മണി വരെ മൃതശരീരം ദർശിക്കുന്നതിനും അനുശോചനം അറിയിക്കുന്നതിനും അവസരം ഈ ദേവാലയത്തിനുണ്ടായിരിക്കുകയാണ്. അതിനുശേഷം 2 മണിക്കാണ് പള്ളിയിൽ വെച്ച് സമാപന ശുശ്രൂഷ നടത്തുക. ഇടവക മെത്രോപ്പൊലീത്ത എബ്രഹാം മാർ തിരുമേനിയാണ് ഇതിനെ കാർമ്മികത്വം വഹിക്കുക. ഔദ്യോഗിക ബഹുമതികളോടെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് ഈ സംസ്കരിക്കുക എന്നാണ് ഇത് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഇത്തരം ഒരു കുടുംബാംഗം മരിക്കുമ്പോൾ കുടുംബ കല്ലറയിലാണ് സംസ്കരിക്കുന്നതെങ്കിൽ തോമസ് ചെറിയാനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനായി അദ്ദേഹത്തിന് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറിലായിരിക്കും അദ്ദേഹത്തിനെ സംസ്കരിക്കുക. നമുക്കറിയാം 56 വർഷങ്ങൾക്ക് ശേഷമാണ് തോമസ് ചെറിയാൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇപ്പോൾ ആ ധീര സൈനികൻ്റെ വീരമൃത്യു വരിച്ച സൈനികൻ്റെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കണ്ണീരോട് നാട് വിടവാങ്ങുന്ന ഒരു പക്ഷേ ഇതിന് സമാനമായ തരത്തിൽ മറ്റേതെങ്കിലും ഒരു സംസ്കാര ചടങ്ങ് നമ്മൾ ഇതിനു മുമ്പ് ദർശിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നാലും അജിം ഷാ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ചുറ്റും കൂടി നിൽക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ അപകടമുണ്ടാകുന്ന സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം. പക്ഷേ ആളുകളെ സംബന്ധിച്ചോളം തങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ ധീര സൈനികനാണ് വീരമൃത്യു വരിച്ച തോമസ് ചെറിയാൻ. ആ തോമസ് ചെറിയാന് അന്തിമ ഉപചാരം അർപ്പിക്കുക, അന്ത്യാഞ്ജലി നേരുക എന്നത് ആളുകളെ വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ആദരവ് ഒരു നാട് ഒന്നടങ്കം ഏറ്റവും അതിൻ്റെ ആദരവുപൂർവ്വം അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയോടെ നൽകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ വീട്ടിലേക്കാണ് 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന്, അതായത് ഈ ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് തോമസ് ചെറിയാൻ്റെ വീട്ടിലേക്കുള്ള ദൂരം. അവിടേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിക്കും. അതിനുശേഷം ഞാൻ സൂചിപ്പിച്ച പോലെ 12:15 വരെ വീട്ടിൽ പൊതുദർശനത്തിന് സൗകര്യമുണ്ടാകും. അതിനുശേഷമാണ് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുക. എന്തായാലും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം 56 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തങ്ങളുടെ സഹോദരൻ്റെ ചേതനയേറ്റ ശരീരം ഒടുവിൽ വീട്ടിലേക്ക് എത്തുന്നു. അതിൽ നമുക്കറിയാം ഒരാളുടെ എത്ര കാലം കഴിഞ്ഞാലും ചേതനയേറ്റ ശരീരമായി മുമ്പ് സൂചിപ്പിച്ച പോലെ വീട്ടിൽ നിന്ന് അവസാനം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജോലിക്കായി പോയ തോമസ് ചെറിയാൻ ഒടുവിൽ ഇത്തരത്തിലെത്തുന്നത് കുടുംബാംഗങ്ങൾക്ക് ഇന്നും അത് വലിയ വിഷമമുള്ള കാര്യമാണ്. എന്നാലും ആശ്വാസമാണ്. കാരണം 56 വർഷങ്ങൾക്ക് മുമ്പ് ഈ മൃതദേഹം കാണുവാനില്ലായിരുന്നു, ഇനി ലഭിക്കുമോ എന്ന സംശയം പോലും ഉണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ വീണ്ടും മൃതശരീരം കണ്ടെത്തുവാനും അത് ഏറ്റവും ആദരപൂർവ്വം തന്നെ സംസ്കാരം നടത്താനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മതവിശ്വാസ പ്രകാരവും അതുതന്നെയാണ് സഭയിലെ വൈദികർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ വിശ്വാസപ്രകാരം ഇത് സംസ്കരിക്കാൻ വീണ്ടും ഇത്തരമൊരു കാര്യത്തിലേക്ക് നടത്താൻ പറ്റുന്നൊരവസരം ലഭിച്ചു എന്നതും അവർ ഭാഗ്യമായി തന്നെയാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ മൃതശരീരം എലന്തൂർ ജംഗ്ഷനിൽ നിന്ന് സൈനിക അകമ്പടിയുടെ വിലാപയാത്രയായി ഇലന്തൂരിലെ തോമസ് ചെറിയാൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ തോമസ് ചെറിയാൻ്റെ ഒരു പ്രായം, എൻ്റെ 22 വയസ്സുള്ളപ്പോഴാണ് ഒരു സൈനിക അപകടമുണ്ടാകുന്നത്. 109 പേർ സഞ്ചരിച്ച വിമാനമാണ് ലഡാക്കിലെ ചുരത്തിൽ വെച്ച് അപകടത്തിൽ ഇവർ മരണപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ്. 56 വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയാൻ്റെ ചേതനയേറ്റ ശരീരം ഒടുവിൽ ജന്മനാടായ ഇലന്തൂരിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദരപൂർവ്വം സൈനിക അകമ്പടിയോടുകൂടി തന്നെ വിലാപയാത്രയായി തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സൈന്യവും കുടുംബാംഗങ്ങളും ഈ മൃതദേഹത്തിൻ്റെ ഈ വാഹനത്തിൻ്റെ ഒപ്പമുണ്ട്.
ഉണ്ട്. ഏറ്റവും ആദരപൂർവ്വം തന്നെയാണ് സൈന്യം തങ്ങളുടെ ഭടന അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന് ഒരു വിടവാങ്ങൽ ഒരുക്കുന്നത്. അത് സംസ്ഥാന സർക്കാരും നൽകുന്നു. അതിനുശേഷം ഈ നാടാകെയാണ് ഇത്തരം ഒരു വിലാപയാത്രയിൽ പങ്കാളിയാകുന്നത്. അത് ഇലന്തൂരിലെ പൗരാവലി ഇലന്തൂർ പക്ഷേ ഇത്തരം ഒരു ഇതിലേക്ക് എത്തുന്ന ഇലന്തൂർക്കാർ മാത്രമല്ലായിരിക്കാം. ഈ വാർത്ത കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമൊക്കെ തന്നെ ധാരാളം ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇലന്തൂരിലേക്ക് ഇപ്പോൾ ഒഴുകി എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത്തരത്തിൽ ഒരു 56 വർഷത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ അതിനാണ് ഇപ്പോൾ വിരാമം വന്നിരിക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ ആളുകൾക്ക് അതിൽ ഒരു ആശ്ചര്യത്വം തോന്നുമെങ്കിൽ പോലും ഈ തോമസ് ചെറിയാൻ്റെ സഹോദരിയുടെ ആദ്യ പ്രതികരണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അവർ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത്തരമൊരു അപകടം തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടാകുന്നതെന്ന് അറിയുന്നത്. അന്നു മുതൽ തന്നെ ഏറ്റവും ഒരു പ്രാവശ്യമെങ്കിലും തൻ്റെ സഹോദരൻ്റെ മൃതശരീരമെങ്കിലും ഒന്ന് കാണുവാൻ പറ്റിയിരുന്നെങ്കിലും ആ ആഗ്രഹം പലവട്ടം ഉണ്ടായിരുന്നെന്നും ഇതൊക്കെ തന്നെ പലപ്പോഴും ഭയത്തോടെ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ഭയത്തോടെ എഴുന്നേറ്റിട്ടുണ്ടെന്നൊക്കെ തന്നെയും അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും വൈകാരികമായ നിമിഷങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നത്. ആശ്വാസവും ആശ്ചര്യവും അതുപോലെ ഏറെ വിഷമവുമുണ്ട്. ഒരുപക്ഷെ ഇത്രയധികം കാലപ്പഴക്കമുണ്ട് ഈ സംഭവവികാസങ്ങൾക്കെങ്കിൽ പോലും ഇത്രയും ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തുന്നത് നമുക്ക് രാജ്യ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ 56 വർഷം നീണ്ടു നിൽക്കുന്ന തിരച്ചിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ ഒരുപക്ഷെ തിരച്ചിലായിരിക്കാം. ആ തിരച്ചിലിന് ഇടയിലാണ് ഒടുവിൽ എന്ന് പറയുന്ന വാക്ക് ശരിയല്ല. കാരണം ഇത് തിരച്ചിൽ അവസാനിക്കുന്നില്ല. ഇനിയും സൈനിക ഉദ്യോഗസ്ഥരെ കണ്ടെത്താനായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന 109 ആളുകളായിരുന്നു ഈ ലേലഡാക്കിലെ ഈ വിമാനത്തിൽ. തീർച്ചയായും 56 വർഷം മുമ്പ് മരണമടഞ്ഞ ലഡാക്കിൽ മരണമടഞ്ഞ സൈനികന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹം 56 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയായ തോമസ് ചെറിയാന് നാടിപ്പോൾ ആദരവർപ്പിച്ചുകൊണ്ടിരിക്കുന്നു.